ന്യൂമെക്സിക്കോയിലെ ടാവോസ് എന്ന ചെറുപട്ടണത്തിൽ പതിറ്റാണ്ടുകളായി കേൾക്കുന്ന ഒരു നിഗൂഢമായ നേർത്ത ശബ്ദത്തെയാണ് ടാവോസ് ഹം എന്നു പറയുന്നത്. ചില ആളുകൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള മുഴങ്ങുന്ന ശബ്ദമാണിത്. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആർക്കും ഉറപ്പില്ല. ശാസ്ത്രജ്ഞർ പല പഠനങ്ങൾ നടത്തിയിട്ടും അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുത്ത ശ്രവണശേഷി ടാവോസിലെ ജനസംഖ്യയുടെ ഏകദേശം 2% പേർക്ക് മാത്രമാണ് ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. ഒരേ മുറിയിലിരിക്കുന്ന 2 പേരിൽ ഒരാൾക്ക് കേൾക്കാമെങ്കിലും മറ്റേയാൾക്ക് കേൾക്കാൻ സാധിക്കാറില്ല. കേൾക്കുന്ന ആളുകൾ ഈ ശബ്ദത്തെ പല രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. ചിലർക്ക് ഇത് ഒരു ട്രക്കോടുന്ന ശബ്ദം പോലെ, ചിലർക്കൊരു ഡിഷ്വാഷർ പ്രവർത്തിക്കുന്ന ശബ്ദം പോലെ, മറ്റു ചിലർക്ക് തേനീച്ചകളുടെ മൂളൽ പോലെയും അനുഭവപ്പെടാറുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ. ഈ ശബ്ദം കേൾക്കുന്ന പലർക്കും തലവേദന, ഉറക്കമില്ലായ്മ, അസ്വസ്ഥത എന്നിവ പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1990കളുടെ തുടക്കത്തിലാണ് ഈ പ്രതിഭാസം വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. 1993ൽ ന്യൂമെക്സിക്കോയിലെ നിയമനിർമ്മാതാക്കൾ ഒരു കൂട്ടം ശബ്ദവിദഗ്ധരെ ടാവോസിലേക്ക് അയച്ച് അന്വേഷണം നടത്തി. എന്നാൽ അവർക്ക് ഈ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. ചില പഠനങ്ങൾ ഉയർന്ന വൈദ്യുതകാന്തിക മണ്ഡലത്തിന്റെ സാധ്യതകൾ സൂചിപ്പിച്ചെങ്കിലും ഒരു ഉറച്ച നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ടാവോസ് ഹമ്മിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. വ്യാവസായിക ശബ്ദങ്ങൾ. സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നോ യന്ത്രങ്ങളിൽ നിന്നോ ഉള്ള താഴ്ന്ന ഫ്രീക്വൻസി ശബ്ദങ്ങളാകാം ഇത്. പ്രകൃതി പ്രതിഭാസങ്ങൾ. ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങളോ ഭൂമിയിലെ കമ്പനങ്ങളോ ആകാം കാരണം. ശ്രവണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ടാവോസ് ഹം കേൾക്കുന്ന ചിലരിൽ ടിന്നിറ്റസ് പോലുള്ള ശ്രവണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതെല്ലാവരിലും ടിന്നിറ്റസ് അല്ലെന്ന് ഗവേഷകർ പറയുന്നു. മനഃശാസ്ത്രപരമായ കാരണങ്ങൾ. ചിലരുടെ മനസ്സിൽ മാത്രമുണ്ടാകുന്ന ഒരു തോന്നലാകാം ഇതെന്ന് കരുതുന്നവരുമുണ്ട്. ഗവൺമെന്റ് പരീക്ഷണങ്ങൾ. അജ്ഞാത ശക്തികൾ. ചില അവിശ്വസനീയമായ സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഉദാഹരണത്തിന് രഹസ്യ സർക്കാർ പരീക്ഷണങ്ങൾ, ഭൂമിക്ക് കീഴിലുള്ള UFO ബേസുകൾ തുടങ്ങിയവ. ഇതുവരെ ടാവോസ് ഹമ്മിന്റെ യഥാർത്ഥ കാരണം ഒരു അജ്ഞാതമായി തുടരുന്നു. ഇത് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഒരുപോലെ ഒരു നിഗൂഢ പ്രതിഭാസമായി നിലനിൽക്കുന്നു.